ആദ്യമായിട്ട് ഞാൻ മീഷോന്നൊരു സാധനം വാങ്ങി. എന്താണെന്നല്ലേ, വാൾപേപ്പർ. അപ്പോൾ കുറേ ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ നോക്കും, അതിലെന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നൊക്കെ നോക്കും. പക്ഷെ മേടിക്കലില്ലേന്നില്ല. പിന്നെ രണ്ടും കൽപ്പിച്ചൊരു മേടിച്ചു, ഒന്നും നോക്കിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ കിച്ചണിൻ്റെ ഈ ചുമര് ഭാഗം കുറേ വൃത്തികേടായി കിടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അവിടെ പെയിൻറ്റും കാര്യങ്ങളൊന്നും അടിച്ചിട്ടില്ല. ഞാൻ അടിക്കണാവോ, അടിക്കൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ അവിടെ എന്തായാലും പെയിൻ്റ് അടിക്കാൻ സംഭവം കിട്ടാൻ ഞാൻ തന്നെ അടിക്കും, പക്ഷെ അതൊന്നും കിട്ടില്ലല്ലോ. അപ്പം ഞാൻ എളുപ്പപ്പണിയായിട്ട് നമ്മൾ വാൾപേപ്പർ വാങ്ങിയിട്ടുണ്ട്, ഈ ഭാഗത്തങ്ങോട്ട് ഒട്ടിക്കാലോ എന്ന് വെച്ചിട്ട്. അപ്പം അത് പറഞ്ഞില്ലേ, തോലൊളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഉള്ളി പറിച്ചിട്ട് കിട്ടണമെന്നല്ല. അപ്പം അത് ഇവിടെ പറിക്കുമ്പോൾ അവിടെ പോവും, അവിടെ പറിക്കുമ്പോൾ ഇവിടെ പോവും. അങ്ങനെ 2 ആൾ വേണം ഒട്ടിക്കാൻ. പക്ഷേ അവിടെ 2 ആൾ ഒക്കെ ഞാൻ തന്നെ. മോളാണ് വീഡിയോ എടുത്ത് തരുന്നത്. അപ്പോൾ ഓക്ക് അവിടെ ദഹിക്കണമൊന്നുമില്ല. എന്തോ ചിത്രം വരയ്ക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ വിളിച്ചത്, ഇതൊന്നും എടുത്തോണ്ടാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊന്നും ദഹിക്കണില്ല. അപ്പോൾ പിന്നെ സോപ്പൊക്കെ ഇട്ട് സാബൂനൊക്കെ ഇട്ട് ഞാൻ പറഞ്ഞില്ലേ, അങ്ങോട്ട് പതപ്പിച്ചിട്ടൊക്കെയാണ് എടുത്ത് തരുന്നത്. കോംവട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ കോംവട്ടായി. പിന്നെ അതൊന്നും നോക്കിയില്ല. എന്നാലും അവിടെ വൃത്തിയായി കിട്ടുമല്ലോ എന്നുള്ളതിൽ അവിടെ ഒട്ടിക്കുകയാണ്. ആ തലൊട്ടിക്കുമ്പോൾ ഈ തലെടുപ്പോരും, ഈ തലൊട്ടിക്കുമ്പോൾ ആ തലെടുപ്പോരും. എന്തായാലും ഒട്ടിക്കുക തന്നെ, വേറെ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ 4 ആളെ അറക്കാനൊന്നും ഇപ്പോൾ കഴിയില്ലല്ലോ ഇത് ഒട്ടിക്കാൻ. അപ്പോൾ ഞാൻ തന്നെ ഒട്ടിച്ചത് ഫലിപ്പിക്കുക, അതേ നിവൃത്തിയുള്ളൂ. മീഷോ അങ്ങോട്ട് തുറന്നാൽ മതിയില്ലേ, നല്ല നല്ല സാധനങ്ങളുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, നമ്മളെ ഗാന്ധിജിയും കൂടെ വേണം. അതുണ്ടെങ്കിൽ ഏത് മോഡലും കിച്ചണിക്കൊക്കെ വേണ്ട നല്ല നല്ല എത്ര വിധത്തിലുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടും. കായാണ് മുഖ്യം. ഇത് ഇന്ന് പകൽ കിട്ടിയതാണ്. അതിങ്ങനെ അവിടെ കടന്നിട്ട് ഒട്ടിക്കായിട്ട് അവനിക്കും മിക്കും ഇങ്ങനെ പൊറുക്കണില്ല, സഹിക്കണില്ല. അപ്പോൾ രാത്രി ഞാൻ തന്നെ അങ്ങോട്ട് ഒട്ടിക്കുകയാണ്. ഒന്നും നോക്കിയില്ല. ഞാൻ അവിടെ ഇങ്ങനെ കടന്നാൽ അതിങ്ങനെ ഒന്ന് പൊളിച്ചോക്കി നിൽക്കും. അപ്പോൾ ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ തേജുട്ടനവിടെ കളിയിലാട്ടോ. അവൻ കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഇതാകെ കോളാവും. അപ്പോൾ അവനവിടെ മെല്ലെ അമർത്തിയിട്ടുണ്ട്, കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്തിട്ട്. അല്ലെങ്കിൽ ഇതാകെ പണി ഓനെടുക്കും. പിന്നെ ഞാൻ മാറിക്കേണ്ടി വരും. എനിക്കിഷ്ടമുണ്ട് ഇങ്ങനെ ഓരോ സാധനങ്ങൾ നമ്മൾ കിച്ചണിക്കും അങ്ങനെ ഓരോ ഡെക്കോർ ഐറ്റംസ് അങ്ങനെ എന്തും നമുക്കങ്ങനെ പെണ്ണുങ്ങളല്ലേ ആൾക്കാർ. നമുക്കിപ്പോൾ ഒരു പുറത്തേക്ക് പോയാൽ നമുക്ക് ആദ്യം കണ്ടു പോകുക, അല്ല ഡ്രസ്സിമേക്കോ അല്ലെങ്കിൽ ഒരു പാത്രം അങ്ങനെ ഓരോ ഐറ്റംസ് സാധനങ്ങൾക്കൊക്കെ ആവും കണ്ണു പോകുന്നുണ്ടാവുക. അതേപോലെ തന്നെയാണ് ഈ മീഷോ തുറന്ന് നോക്കണതും ഒക്കെ ഒരു സമാധാനമാണ് കേട്ടോ. മേടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിങ്ങനെ നോക്കുക അറിയുമ്പോൾ ഒരു സമാധാനമാണല്ലോ. അപ്പം അങ്ങനെ നോക്കി ഒന്ന് മേടിച്ചതാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഓൺലൈനായിട്ട് മേടിക്കണത്. അപ്പോൾ സംഭവം ഏതായാലും ഉഷാറാണ് കേട്ടോ. കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട്. അവിടെ അങ്ങോട്ട് വൃത്തിയായി. ഞാൻ വൈറ്റ് എടുക്കാൻ കാരണം നമ്മളെ മാവൊക്കെ അരയ്ക്കുമ്പോൾ അങ്ങനെ തെറിക്കുകയാണെങ്കിലൊക്കെ അങ്ങനെ കാണൂലല്ലോ. പിന്നെ തുടയ്ക്കാനും തന്നെ പറ്റും. നമുക്ക് തുണിയൊന്ന് നനച്ച് പിഴിഞ്ഞിട്ട് ഒന്ന് തുടച്ചാലും അങ്ങനെ ക്ലീനായി കിട്ടുന്ന ഒരു ഷീറ്റാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ വെള്ളം തട്ടിയാൽ കേടരുന്ന പേടിയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് മേടിച്ചതാണ്, രണ്ടും കൽപ്പിച്ച്. അങ്ങനെ എൻ്റെ ഒട്ടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ എന്ത് ഭംഗിയുണ്ട്, ആ ഭാഗം കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. ഇപ്പോൾ ലൈറ്റ് ഇട്ടിട്ടൊക്കെ നല്ലൊരു വെളിച്ചം കേട്ടോ. ഇതുവരെ ഒരു ഇരുട്ട് പോലെയായിരുന്നു. ഇപ്പോൾ നല്ലൊരു വെളിച്ചം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളത്. അപ്പോൾ പിന്നെ ഞോളവിടെ ഡ്രോയിങ്ങൊക്കെ അവിടെ പോയിട്ടോ. ഒട്ടിക്കലും കാര്യമൊക്കെ കഴിഞ്ഞ് രക്ഷപ്പെട്ട് വന്ന് ഡ്രോയിങ്ങൊക്കെ ചെയ്യണം. അപ്പോൾ എന്താ ബുദ്ധനെ എന്തൊക്കെയാണ് വരയ്ക്കുന്നത്. ഞാനതങ്ങനെ വീഡിയോ എടുക്കാനല്ലേ കഴിയുള്ളൂ. എനിക്ക് വരയ്ക്കാക്കി കഴിയൂല. അവൾ ഡ്രോയിങ്ങിൻ്റെ ക്ലാസ്സിനും പോകുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ മ്യൂസിക് പഠിക്കാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ അതേപോലെ തന്നെ ശനിയാഴ്ച ദിവസങ്ങളിൽ ഡ്രോയിങ്ങും ഉണ്ട്. ഫ്രീ ആയിട്ടാണ്, 2 വർഷത്തിൽ ഫ്രീ ആയിട്ട് ഗവൺമെൻറ് കൊടുക്കണം തന്നെയാണ്. ഓരോ ഞങ്ങൾ ആനക്കായ പഞ്ചായത്തിൽ അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. അതുപോലെ തന്നെ മ്യൂസിക്കും ഉണ്ട് 2 വർഷത്തിന്. അത് ഞായറാഴ്ചയാണ് 1.5 മണിക്കൂറിൻ്റെ ക്ലാസ്. അപ്പോൾ അതിന് ഞാനും മോളും ഉണ്ട്. ഡ്രോയിങ്ങിന് പിന്നെ ഓള് മാത്രമേ ഉള്ളൂ. അങ്ങനെ അപ്പോൾ എന്തായാലും അറിയുന്ന കാര്യങ്ങളൊക്കെ ഒരു വരച്ച് പഠിക്കട്ടെ. നമുക്ക് അതിന് ഒരു ചെറിയൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലതല്ലേ. അപ്പോൾ അങ്ങനെ വരയ്ക്കുന്നുണ്ട്. ഞാനത് കണ്ട് വീഡിയോ എടുക്കുന്നുണ്ട്. എന്നെക്കൊണ്ട് അത്രേ പറ്റുള്ളൂ. പിന്നെ പിറ്റേ ദിവസത്തെ കാര്യങ്ങളാട്ടോ. ഇന്ന് അടയാണ് ഉണ്ടാക്കിയത്. അതായത് ഞാൻ കടിക്ക് നമുക്ക് എന്തെങ്കിലും കറി വേണമല്ലോ. അപ്പോൾ അതിന് ഞാൻ കടല ഇതൊന്നും കൊണ്ടുവരാൻ പറയാൻ മറന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അരിപ്പൊടി, ശർക്കര, തേങ്ങയും 100 തേങ്ങ ഉണ്ടായിരുന്നു.
അതുകൊണ്ട് അങ്ങോട്ട് ഉണ്ടാക്കിയത് കേട്ടോ അട. ഒന്നും നോക്കിയില്ല, കടക്കട്ടെ എഴുതി. അപ്പം അങ്ങനെ മക്കളൊന്നും എണീറ്റിട്ടില്ല. അപ്പം ഞാൻ വേഗം ആ ചൂടോടെ അടയും ചായയും കുടിക്കാൻ വേണ്ടിയിട്ട് സിറ്റ് ഔട്ടിക്ക് പോകുന്നതാണ്. ഒന്നും നോക്കിയില്ല, ഞാൻ ചായ കുടിക്കട്ടെ, മക്കളൊക്കെ എണീറ്റ് അങ്ങനെ ഒരു സാവധാനം കുടിച്ചോളും, സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനത് കുടിക്കട്ടെ എന്ന് വെച്ച് ഞാനത് ഫസ്റ്റ് കുടിക്കും. നമ്മളെ വയറ് ഫുള്ളാക്കണ്ട ആദ്യം. ഞാനെങ്ങനെ ചെയ്യട്ടെ, എനിക്ക് വിഷമം, ഞാൻ ഫസ്റ്റ് ഞാനത് തിന്നട്ടോ. അങ്ങനെ മക്കൾ മോള് പോയി സ്കൂളിലേക്ക്. പിന്നെ മോനെ കൊണ്ടാക്കണ രംഗം കണ്ടില്ലേ, മടിയാണ് പോവാൻ. അവിടെ എത്തിക്കിട്ടിയ പിന്നെ കുഴപ്പമില്ല. അങ്ങനെ വണ്ടിയും കാറൊക്കെ എടുത്ത് ഞങ്ങളങ്ങനെ മെല്ലെ പോയി. അങ്ങനെ പിന്നെ വീട്ടിലത്തെ പണികളും കാര്യങ്ങളൊക്കെ ഒരുക്കി എനിക്ക് മഞ്ചേരി പോകണം. അതുപോലെ 2 ബാങ്കിൽ പോവാണ്ട്, 2 ബാങ്കിൽ പൈസ വാരാൻ പോവുകയാണ് ഞാൻ. അങ്ങനെ അപ്പം അതിന് വേണ്ടിയിട്ട് പണികളും കാര്യങ്ങളൊക്കെ ഒരുക്കി ഞാൻ മാറ്റി ഒരുങ്ങി പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഫുഡൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ വയറ് ഫില്ലാക്കാതെ ഞാൻ പോകില്ല, അത് വേറെ കാര്യം. തീറ്റ മുഖ്യം പിക്കില്ലേ, വിശപ്പ് എന്നെക്കൊണ്ട് സഹിക്കാൻ കഴിയില്ല. പക്ഷെ അത് തടിയുമ്പോൾ കാണൂല എന്നുള്ളൂ കേട്ടോ, അത് വേറെ കാര്യം. പക്ഷെ തീറ്റ മുഖ്യം പിക്കിലെന്ന് പറയില്ലേ, അതേപോലെയാണ് ഞാൻ. അങ്ങനെ ഞങ്ങളവിടുന്ന് ഇരുമ്പുഴിക്ക് പോവുകയാണ്. അപ്പോൾ കുറേ കഴിഞ്ഞിട്ടാണ് എനിക്ക് വണ്ടി കിട്ടിയത്, ഓട്ടോറിക്ഷ കിട്ടിയത്. ഇതൊക്കെ മടക്കോട്ടോറിക്ഷ വിട്ടുണ്ടാവും അവിടുന്ന് ഇങ്ങനെ ഒപ്പിച്ച് പോകാൻ. അപ്പോൾ അങ്ങനെ അതിന് പോയി പോണ പോക്കാണ് ഈ കാണുന്നത്. അപ്പോൾ വേറെ 2 ആളുകളും കൂടെ അവിടുന്ന് കയറിയിട്ടുണ്ട് വഴിയിൽ നിന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ എത്തി. പിന്നെ ഇരുമ്പുഴി ഗ്രാമീൺ ബാങ്കിലാണ് ഫസ്റ്റ് പോണത്. അവിടുന്ന് പോന്ന് പിന്നെ മഞ്ചേരി SBIയിൽ പോയി. അയൽക്കൂടത്തിന് പൈസയും കാര്യങ്ങളൊക്കെ അടയ്ക്കാണ്ടായിരുന്നു. അപ്പം അങ്ങനെ അവിടുന്ന് അതൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ പോയത് നമ്മൾ കസവ് കേന്ദ്ര അവിടെ പോയി. മൂളേച്ചി, അതായത് എൻ്റെ ഞങ്ങൾ ചേച്ചിയുണ്ട്, ചേച്ചി ലൈനിങ് എടുക്കാൻ തന്നിരുന്നു. അപ്പം ഞാൻ ലൈനിങ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടാണ് പോയത്. ആ ഒരു പോക്കിൽ നമുക്ക് അവിടുത്തെ കാര്യങ്ങളും കാണും ചെയ്യാം. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളും ലൈനിങ്ങും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ ഞാൻ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിച്ച് അങ്ങനെ നേരെ തിരിച്ച് വീട്ടിലേക്ക് ഇട്ടോ. പിന്നെ രാത്രിക്കത്തെ കാര്യം കേട്ടോ, അങ്ങനെ പാലൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നല്ലേ, കുറച്ച് കസ്റ്റേർഡ് പൗഡർ മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കുറേ മുൻപ് പോയതിൽ. ഞാൻ അതുകൊണ്ട് കസ്റ്റേർഡ് പുഡിങ് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ മേടിച്ചതായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പയറി ഡേറ്റും കാര്യങ്ങളൊക്കെ കഴിയുമല്ലോ, അപ്പോൾ തന്നെ ഞാൻ വേഗം അതൊക്കെ ഒന്ന് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് കുറേ ആയി കൂടുന്നു വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞാൽ പിന്നെ കളയേണ്ടതില്ലേ, കേടരൂലേ. അപ്പോൾ പിന്നെ അത് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഞാൻ അതിൽ ഏർപ്പെട്ടതാട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല ഇതിൽ. ഫ്രൂട്ട്സായിട്ട് ഞാൻ മേടിച്ചത് ഉറുമാമ്പഴം, പഴം, ആപ്പിളും മാത്രമേ ഉള്ളൂ കേട്ടോ. ആ ബൗൾ നിറയുണ്ടായിരുന്നു. അതൊക്കെ മക്കളൊക്കെ തിന്ന് 2 ഗ്ലാസ് ഈ ഒരു ഗ്ലാസ്സിന് അങ്ങനെ കൊടുത്തതേന്ന് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനാണ് കഴിക്കുന്നത്. പിന്നെ എന്ത് സാധനം ഉണ്ടാക്കി വെച്ചാലും അത് ഫസ്റ്റ് വീഡിയോ എടുക്കാൻ കിട്ടൽ ചുരുക്കമാണ്. പിന്നെ പേടിപ്പിച്ചൊക്കെ നിർത്തിയെങ്കിൽ കിട്ടുള്ളൂ. ഫ്രിഡ്ജിൽ എന്തെങ്കിലും സാധനം ഉണ്ടാക്കി വെച്ചാൽ പിന്നെ മക്കൾക്ക് തുറക്കണം പണി തന്നെ കാര്യം. 24 മണിക്കൂറും അത് തുറന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഫുള്ളൊന്നും ഫസ്റ്റ് ഒന്നും എടുക്കാൻ നമുക്ക് കിട്ടൂല. അങ്ങനെ ഞാൻ സംഭവങ്ങളൊക്കെ അവർക്ക് കൊടുത്ത ശേഷം അവർക്ക് വലിയ ഇഷ്ടമൊന്നും ആയിട്ടില്ല. കാരണം നല്ല മധുരവും കാര്യങ്ങളായതുകൊണ്ട് അവർക്കതോട് പിടിച്ചിട്ടില്ല. അവർക്ക് അത്രയ്ക്കൊരു മധുരമൊന്നും അവർക്കോട് പോകില്ല. എന്നാലും ഇതിനൊരു ഗ്ലാസ് കൊടുത്തതൊക്കെ ഒരു കഴിച്ചിട്ടോ. പിന്നെ ഒരു കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് കഴിച്ചുവിട് അല്ല. പിന്നെ ഒരു കഴിക്കാത്തതുകൊണ്ട് എനിക്ക് വയറ് നിറച്ച് കഴിക്കാനായി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക.